നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഈ ഒരു കാലവർഷം എത്തിയതിന് ശേഷം അതിശക്തമായ മഴയാണ്. പകൽ സമയങ്ങളിൽ പോലും ഇടിമിന്നലും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. യാത്രക്കാരൊക്കെ നല്ല അകലം പാലിച്ച് നല്ല സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് ടൂ വീലർ അല്ലെങ്കിൽ ബൈക്കുകളിലും സ്കൂട്ടറുകളിലുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അധിക പിഴ ഈടാക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ലൈസൻസ് റദ്ദാക്കുന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുന്നുവെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു കേന്ദ്ര നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെയും അത് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള ആ ഒരു നിയമം കേരളത്തിൽ കർശനമായി നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും. ഇതുകൊണ്ട് നമ്മളുടെ നിരത്തുകളിലെ അല്ലെങ്കിൽ റോഡുകളിലെയൊക്കെ അപകടങ്ങൾ ഒഴിവാക്കുന്നതാണ് ലക്ഷ്യമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ വന്നിരിക്കുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും കൃത്യമായ ചെക്കിംഗ് നടത്തുകയും ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഫൈൻ ഇടുന്നതിനോടൊപ്പം തന്നെ അവരുടെ ലൈസൻസ് 3 മാസം വരെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടാകാൻ പോകുന്നുവെന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്ന അല്ലെങ്കിൽ ഹെൽമറ്റ് വയ്ക്കാതെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബോധവൽക്കരണ പരിശീലന ക്ലാസ്സുകളിലേക്കും അല്ലെങ്കിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലേക്കും അയക്കാനുള്ള വ്യവസ്ഥയും പരിഗണനയിലുണ്ട്. നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം വാഹനങ്ങളിൽ അല്ലെങ്കിൽ ടൂ വീലറിൽ ഹെൽമറ്റ് വയ്ക്കാതെ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് 1000 രൂപയാണ് പിഴ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക നിയമം അനുശാസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക നിയമം ഉപയോഗിച്ചുകൊണ്ട് 500 രൂപയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഹെൽമറ്റ് വയ്ക്കാതെ യാത്ര ചെയ്യുന്നതിന് പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസുമൊക്കെ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമം പ്രാബല്യത്തിലാവുന്നതോടുകൂടി അപകടങ്ങൾ കുറയ്ക്കാനും അതോടൊപ്പം തന്നെ അധിക വരുമാനവുമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്കും വീഡിയോകൾക്കുമൊക്കെ ദയവായി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്